എന്താ? എഴുന്നേൽക്കാറായില്ലേ ഇനിയും? ആ, പെൻഷനൊക്കെ പറ്റിയതല്ലേ, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. ഓഫീസിൽ പകൽ സമയം മുഴുവൻ ഇരുന്ന് ഉറങ്ങായിരുന്നില്ലേ? കട്ടനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചായ ഉപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉപ്പാവോ? വേലക്കാരി ഇവിടെ? വേലക്കാരിയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. എന്തിനെ? വെറുതെ എന്തിനാ കാശ് കളയുന്നത്? ഇത് അവളിവിടെ നിന്ന് എനിക്ക് ഓഫീസിൽ പോയി ഒരു സമാധാനം ഉണ്ടാവില്ല. വേഗം എഴുന്നേറ്റ് റെഡിയാക്കി എന്നെ ഓഫീസിൽ കൊണ്ടുവിടണം. ഡ്രൈവർ വന്നില്ലേ? ഇന്ന് മുതൽ വരണ്ടെന്ന് പറഞ്ഞു. ഓ, ലാഭം. നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ, ഇന്ന് മുതൽ എന്നെ കൊണ്ടുവന്ന് ആക്കിക്കോ. അതെ, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സിങ്കിന് കുറെ പാത്രങ്ങൾ ഇട്ടിട്ടുണ്ട്, അത് മുഴുവനും കഴുകും. തുണി ഇട്ടിട്ടുണ്ട് മെഷീനിൽ, അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ. ആ, ജോസഫോ, വാ വാ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. സാറ് സർവീസിൽ നിന്ന് ഇന്നലെ വിരമിച്ചല്ലേ? ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം സ്വസ്ഥമായല്ലോ. ഇനിയാണ് അസ്വസ്ഥതയുടെ കാലം. എന്ത് പറ്റി സാർ? ഉത്തരവാദിത്തങ്ങളൊന്നും കഴിഞ്ഞില്ലേ? പണ്ടത്തെക്കാൾ തിരക്കാണോ? വീട്, അടുക്കള, പിന്നെ ഡ്രൈവർ പണി. ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാൻ ഇവിടെ എന്തുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അത് ശരിയാ സാറേ. ഇപ്പോ അടുക്കള തൊട്ട് അങ്ങാടി വരെ നോക്കണം. അല്ല സാറിന് ആ പഴയ സാഹിത്യമൊക്കെ ഒന്ന് പുറത്തെട്ടി എടുത്തോളൂ. അതാണ് ഏക ആശ്വാസം. സാർ റിട്ടയർ ചെയ്തല്ലേ? വീട്ടിൽ ആളായിപ്പോൾ ഓഫീസിലെത്തിക്കാൻ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. എൻ്റെ അവസാനം ഇപ്പോൾ വീട്ടിൽ പാചകം അങ്ങനെയൊക്കെ ഭയങ്കര ക്രൈസാണ്. ഞാൻ അദ്ദേഹത്തെ അടുക്കളയിൽ കയറ്റില്ല. എന്താണ് ഇത്ര താമസിച്ചത്? പിടിപ്പത് പണിയുണ്ടായിരുന്നു. പോരാത്തതിന് സെക്രട്ടേറിയറ്റിൽ നിന്ന് അന്വേഷണം വേറെയും.
ആ ശരി ശരി. ദേ മക്കള് വരുന്നുണ്ട്. അച്ഛൻ പെൻഷനായി പറഞ്ഞിട്ട് എന്താണ് വരുന്നത്? ഏട്ടന് ആരും തിരക്കല്ലേ അമ്മേ, വീട്ടിലുള്ളവർക്ക് പോലും കാണാൻ കിട്ടുന്നില്ല. അച്ഛന് പെൻഷനായപ്പോ കാശ് എത്ര കിട്ടിയമ്മേ? ആവശ്യത്തിനുള്ളത് കിട്ടി. അച്ഛനെന്തിനാ വയസ്സുകാലത്ത് ക്യാഷ്? അതങ്ങ് വീതം വെച്ച് തന്നാ പോരെ. അത് പിന്നെ പറയണോ? അതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ. എന്നാലും അതുവരെ കാത്തിരിക്കണം. ഏതുവരെ? അല്ല മക്കളെ, നിങ്ങൾ ആരെങ്കിലും അച്ഛന് സുഖമാണോ, അച്ഛന് വല്ല അസുഖമുണ്ടോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല. അല്ല മാമേ, നമ്മളെ മക്കള് പൈസക്ക് മാത്രമായിട്ടാണ് വന്നത്. മക്കള് പറഞ്ഞതല്ലേ ശരി, അവർക്കതുള്ളത് വീതം വെച്ച് കൊടുത്തൂടെ? ഈ രാത്രി തന്നെ വേണം, നേരം വെളുത്തിട്ട് പോരെ? അവർക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിച്ചെന്താ കുഴപ്പം? അതിനുള്ള താല്പര്യം അവർ കാണിക്കുന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവർ ഈ ടൗൺ വിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പെൻഷൻ പറ്റിയ ഞാനും അവരുടെ ആരുടെ കൂടെയെങ്കിലും പോകും. അച്ഛന്മാരുടെ ഗതി പൊതുവെ അങ്ങനെയാണ്. ചെലവിന് കൊടുക്കാൻ മാത്രം ഒരു കഥാപാത്രം. ഞാൻ അതറിയാൻ വൈകി. അപ്പോഴേക്കും വീണു പോയി ബാവേ. അതെ, താൽക്കാലികമായി കടം മേടിച്ചതാണ്. നിന്റെ കാര്യം നടക്കട്ടെ. എവിടേക്കാണ്? ഒന്ന് നടന്നിട്ട് വരാം. നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ടേ കുറേയായി. പോണതൊക്കെ കൊള്ളാം, ഇന്നലത്തെ പോലെ നീന്തി ഇങ്ങോട്ട് വരരുത്. സാറിന് അടിപൊളി കാലം, ഇഷ്ടംപോലെ കാശും ഇഷ്ടംപോലെ സമയവും. നീ പറഞ്ഞോ, നല്ലതാ. ഏയ് വേണ്ട. അത് ശരിയാ, സാറിന് ഭയങ്കര ബിപിയാ. അതെ, മക്കളെല്ലാം ഇന്നലെ വന്നത് കേട്ടല്ലോ. ആ വന്നു. അവരെല്ലാരും ഇപ്പോ നല്ല നിലയിലായില്ലേ? കുഴപ്പമില്ല. വന്നത് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോ കിട്ടിയ കാശ് ചോദിക്കാനാ. മുഴുവനും വീതിച്ചു കൊടുത്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂടോ? എനിക്കറിയാം ജോസഫേ, വഴിയാധാരമാകും. നിത്യം കാണുന്നതല്ലേ ചുറ്റും. കാലത്തിന്റെ മാറ്റം അല്ലാതെ എന്തു പറയാനാ? എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ജോസഫേ, ന്യൂ ജനറേഷന്റെ കാര്യം ഭയാനകം തന്നെ. ആ ജോസഫേ, ഞാനൊരു കാര്യം ആലോചിക്കാം. എന്താ? ജോസഫേ, ജീവിതത്തിൽ കാര്യമായി ആരെയും സഹായിക്കാൻ പറ്റിയില്ല. ജോലി കിട്ടി, കുട്ടികളായി, അവരെ നല്ല നിലയിലെത്തിച്ചു.
അതിനിടയിൽ ഒന്നിനും സമയം കിട്ടിയില്ല. ഇപ്പോഴൊരു മോഹം, കുറച്ച് അനാഥ കുട്ടികളെ സംരക്ഷിച്ചാൽ കൊള്ളാമെന്ന്. അത് നല്ലതാ. പക്ഷേ ഭാര്യയും മക്കളും ഭാര്യ സമ്മതിക്കാൻ ഒരു ചാൻസും ഇല്ലടോ. പിന്നെന്ത് ചെയ്യും? എടോ ജോസഫേ, ഭാര്യക്കാണെങ്കിൽ മക്കളുടെ കൂടെ പോകാൻ താല്പര്യം, എനിക്കാണെങ്കിൽ ബാല്യത്തിലേക്കും. പിന്നെ എന്തെങ്കിലും കുത്തിക്കുറിക്കണം. സമ്പന്നരുടെ മക്കൾ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ അനാഥ ബാല്യങ്ങൾ അത് നോക്കി നിൽക്കുന്ന കാഴ്ച അവരെ ഒന്ന് സഹായിക്കണോ. വരൂ, ഇരിക്കൂ. എന്താ പേര്? ഇതിൽ പേരും അഡ്രസ്സും എഴുതൂ. മാഡം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ നടന്നു? അന്നന്നത്തെ ആവശ്യത്തിന് എന്തെങ്കിലും ദൈവം തരും. പ്രതീക്ഷ കൈവിടുന്നില്ല. എന്റെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഞാൻ തീരുമാനിച്ചു. എനിക്ക് കഴിയുന്ന പോലെ ചെയ്യാം, മോശമില്ലാതെ തന്നെ. ഇനി ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.